ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് NIPT ടെസ്റ്റിനെ പറ്റി നോക്കാം. നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് എന്നാണ് NIPT എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റികൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ടോയെന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ്. ഇതിൽ മദറിൻ്റെ ബ്ലഡാണ് എടുക്കുന്നത്. ഈ മദറിൻ്റെ ബ്ലഡിൽ കുഞ്ഞിൻ്റെ DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാവും. അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് കുഞ്ഞിന് ക്രോമസോം അബ്നോർമാലിറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 13, 18 എന്നുള്ളതാണ് കൂടുതലായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത്. ബാക്കി ചില ജനറ്റിക് പ്രശ്നങ്ങളും കൂടെ ഈ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടുകയാണ്, റിസ്ക് കൂടുതലുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഇൻവേസീവ് ടെസ്റ്റുകൾ, അതായത് കുട്ടിയുടെ വെള്ളം കുത്തിയെടുത്തിട്ട് പരിശോധിക്കുന്നത്, ആംനിയോസെൻറ്റസിസ് എന്നുള്ളതും അല്ലെങ്കിൽ കോറിയോണിക് വില്ലേ സാമ്പിളിംഗ് എന്നുള്ള ടെസ്റ്റും ചെയ്യേണ്ടി വരാറുണ്ട്. ഇത് സാധാരണ ചെയ്യുന്നത് 35 വയസ്സിൽ കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ മാർക്കർ ടെസ്റ്റുകൾ, ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ, ക്വാഡ്രപ്പിൾ മാർക്കർ ടെസ്റ്റുകളിൽ ഹൈ റിസ്ക് ഫോർ ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് കാണിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ വീട്ടിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ജനറ്റിക് വൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇതേ മദറിന് വേറെ കുട്ടികൾക്ക് ക്രോമസോം അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കാനിൽ ക്രോമസോം അബ്നോർമാലിറ്റികളുടെ ഇൻഡിക്കേറ്റേഴ്സ് കാണുകയാണെങ്കിൽ, ഇതെല്ലാം അവസ്ഥയിലാണ് നമ്മൾ NIPT ടെസ്റ്റ് ചെയ്യണത്. ഇത് മദറിന്ന് ബ്ലഡ് എടുക്കണതുകൊണ്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. കൺഫർമേറ്ററി ഈ ടെസ്റ്റിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൺഫർമേറ്ററി ടെസ്റ്റായ ആംനിയോസെൻറ്റസിസോ അല്ലെങ്കിൽ കോറിയോൺ വില്ലോ സാമ്പിളിങ്ങോ ചെയ്യേണ്ടതുണ്ട്. 10 ആഴ്ചയ്ക്ക് ശേഷം പ്രഗ്നൻസിയിൽ എപ്പോൾ വേണമെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിസ്ക് കേസ് ഉള്ള ആൾക്കാർക്ക് അത് അസസ് ചെയ്തിട്ട് ഈ NIPT ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ നമ്മളത് ചെയ്തിട്ട് കുഞ്ഞിന് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്.